ഹലോ ഡിയേഴ്സ്, ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആര്യ ഇൻ കോക്പിറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് 5 മാർക്ക് ഉറപ്പിക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാ കൂട്ടുകാരും നിർബന്ധമായും എഴുതി പഠിച്ചിട്ടുണ്ടാവണം. നിർബന്ധമായും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എന്താണ് ആ ചോദ്യം നോക്കാം. യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. ഡു യു ഹാവ് എ ഡ്രീം? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം യുവർ ലൈഫ്? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. അപ്പോൾ ആര്യയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്വപ്നമില്ലേ? എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്ന് എഴുതാമോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ സ്വപ്നം എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കണം. അതുപോലെ കമൻറ്റ്, ഒരു ഹാർട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഒരു 10 സെൻറ്റൻസ് എങ്കിലും നമുക്ക് ഇതിൻ്റെ ഉത്തരമായി എഴുതാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ആര്യയ്ക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ ഉത്തരം എങ്ങനെ എഴുതി വരും? നമുക്കൊരു ഡ്രീം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം ഉത്തരം എഴുതാൻ. യെസ്, അതെ, ഐ ഓൾസോ ഹാവ് എ ഡ്രീം. എനിക്കും ഒരു സ്വപ്നമുണ്ട്. ഐ ഹാവ് എ ഡ്രീം, അല്ലെ? എനിക്കും ഒരു സ്വപ്നമുണ്ട്. എന്താണത്? ഐ വാണ്ട് ടു ബിക്കം എ ടീച്ചർ. എനിക്ക് എന്താവണം? ഐ വാണ്ടഡ്, അല്ലെ? എനിക്ക് എന്താവണം? ടു ബിക്കം എ ടീച്ചർ. എനിക്കൊരു ടീച്ചർ ആവണം. ഐ ലവ് ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഐ ലവ് ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ്. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഐ വുഡ് ടീച്ച്, ഐ കുഡ് ടീച്ച്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ടീച്ച് ചെയ്യാൻ കഴിയും, പഠിപ്പിക്കാൻ കഴിയും. ദ കിഡ്സ് സബ്ജക്ട് ലൈക്ക് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ആൻഡ് IT. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇവിടെ എഴുതാം. ഐ കുഡ് ടീച്ച് ദ കിഡ്സ്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. ഏത് തരത്തിലുള്ള സബ്ജക്റ്റാ? സബ്ജക്ട് ലൈക്ക് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, IT എന്നൊക്കെയാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇവിടെ ചേർക്കാം. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. ഐ ഡ്രീം ഓഫ് ക്രിയേറ്റിംഗ് എ ക്ലാസ് റൂം വെർ എവരി സ്റ്റുഡൻറ് ഫീൽ വെൽക്കം ആൻഡ് കോൺഫിഡൻസ് ലൈക്ക് ദ ടീച്ചർ ഹു ഹാവ് ഇൻസ്പയർഡ് മീ. എന്നിട്ട് ഇനി നമ്മൾ എഴുതും ഐ ഡ്രീം ഓഫ് ക്രിയേറ്റിംഗ്. ഞാൻ സ്വപ്നം കാണുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ക്ലാസ് റൂം ആയിരിക്കണം? വേർ, അവിടെ എവരി സ്റ്റുഡൻറ്, എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യും? ഫീൽ വെൽക്കം, അല്ലെ? അവിടെ സ്വാഗതം തോന്നും എന്ന് പറഞ്ഞാൽ അവിടേക്ക് വരാൻ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ആൻഡ് കോൺഫിഡൻസ്, കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും? ആത്മവിശ്വാസമായിരിക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ് റൂം എങ്ങനെയുള്ളതായിരിക്കും? എല്ലാ കുട്ടികൾക്കും സന്തോഷം തോന്നുന്ന, എല്ലാ കുട്ടികൾക്കും ആത്മവിശ്വാസം തോന്നുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കും എൻ്റെ ക്ലാസ് റൂം. ഏതുപോലെ? ലൈക്ക് ദ ടീച്ചർ ഹു ഹാവ് ഇൻസ്പയർഡ് മീ. എന്നെ ഇൻസ്പയർ ചെയ്ത, എന്നെ സ്വാധീനിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എന്നെ സ്വാധീനിച്ച ടീച്ചേഴ്സിനെ പോലെ ആയിരിക്കും ഞാനും. എന്നെ സ്വാധീനിച്ച ടീച്ചേഴ്സിനെ പോലെ ഞാനും എന്തായിരിക്കും? കുട്ടികളെ വെൽക്കം ചെയ്യുന്ന, അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന നല്ലൊരു ടീച്ചറായി മാറും. ഐ കുഡ് ലേൺ എ ലോട്ട് ഫ്രം ദം ടു. ഇനി അത് മാത്രമല്ല, ഐ കുഡ് ലേൺ, എനിക്ക് കൂടുതൽ പഠിക്കാനും കഴിയും. ആരിൽ നിന്ന്? ഫ്രം ദം, കുട്ടികളിൽ നിന്നും എനിക്ക് പഠിക്കാനും കഴിയും. ഞാൻ അവരെ പഠിപ്പിക്കാൻ മാത്രമല്ല, എനിക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിക്കും. ഐ വിൽ വർക്ക് ഹാർഡ് ടു മേക്ക് മൈ ഡ്രീം കം ട്രൂ. ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ വർക്ക് ഹാർഡ്, ഞാൻ കഠിനമായി അധ്വാനിക്കും. എന്തിനാ? മേക്ക് മൈ ഡ്രീം കം ട്രൂ, എൻ്റെ സ്വപ്നം എന്താക്കാൻ? ട്രൂ ആക്കാൻ, സത്യസന്ധമാക്കാൻ, പൂർത്തീകരിക്കാൻ. എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഞാനും വളരെ കഠിനമായി അധ്വാനിക്കും. അങ്ങനെ ഞാൻ എന്തായി മാറും? ഞാൻ ആഗ്രഹിക്കുന്ന ടീച്ചറായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ഡ്രീം എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് വ്യക്തമായി എഴുതി പഠിച്ചാൽ ഈ വരുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും. നിർബന്ധമായും പഠിക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു, ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ അടയാളപ്പെടുത്തുക. അതോടുകൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ് പങ്കുവെക്കാൻ മറക്കരുത്. വീണ്ടും ഒരു ഉപയോഗമുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.